പ്രൂഫ് കൊണ്ട് വന്നൊരു വിദ്യാർത്ഥിയുടെ ചോദ്യമാണ്. പിന്നെ എൻ്റെ ഉപ്പയും ഉമ്മയും നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കൊരു ബെസ്റ്റിയുണ്ട്. അവളും ഞാനും നല്ല സൗഹൃദത്തിലാണ്. എന്നെ നന്നായി അവൾക്കറിയാം. അവൾ കാരണമാണ് ഞാൻ നിസ്കാരം ആരംഭിച്ചത്, നോമ്പ് തുടങ്ങിയത്. ഈ ബന്ധം എൻ്റെ ഉമ്മ അറിഞ്ഞപ്പോൾ തെറ്റാണെന്ന് പറഞ്ഞു. എന്നെ നേർവഴിയിലേക്ക് നയിച്ച അവളല്ലേ. അവളുമായി എനിക്ക് നന്മ മാത്രമേ കിട്ടുകയുള്ളൂ. ഈ ബന്ധം എങ്ങനെ തെറ്റാവും? നമ്മൾ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ആണും പെണ്ണും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. അതിപ്പോൾ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പൊതു തത്വമാണ്. ഒരാണിലേക്കൊരു പെണ്ണ് എങ്ങനെ എത്തുന്നു, അല്ലെങ്കിൽ ഒരു പെണ്ണിലേക്ക് ആണ് എങ്ങനെ എത്തുന്നു, അതിന് പല പല വഴികളുണ്ട്, ഇഷ്ടംപോലെ വഴികളുണ്ട്. അവർ യാദൃശ്ചികമായൊരു പരിചയപ്പെടലാകാം. ചിലപ്പോൾ രണ്ടാളും തമ്മിൽ ഒരു കച്ചറ ഉണ്ടായിട്ട് അത് അവസാനിക്കുന്നത് ഒരു പ്രേമമായി ഉത്ഭവിക്കാം. അതല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ദീനിയായ അച്ചടക്കങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ കുട്ടിയോടൊരു താല്പര്യവും സ്നേഹവും തോന്നാം. അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ചിട്ടയും അയാളുടെ കഴിവുകളും സ്കില്ലുകളും കാണുമ്പോൾ തോന്നാം. അപ്പോൾ ഏത് രൂപത്തിലാണെങ്കിലും ഒരു അട്രാക്ഷൻ എന്ത് ചെയ്യാൻ വരാം. അപ്പോൾ ഒരുപക്ഷെ ഇവർ തമ്മിൽ എന്തായിരിക്കും, ഒരാൾ കുറച്ച് ദീനി ചിട്ടുള്ള ആൾ എന്നുള്ള നിലക്ക് വന്നിട്ടുള്ള ഒരടുപ്പമായിരിക്കും. എങ്ങനെ വന്നാലും ഒരന്യാണും ഒരന്യ പെണ്ണും എങ്ങനെ പെരുമാറണം, എന്തെല്ലാം അനുവദനീയം, എന്തെല്ലാം നിഷിദ്ധം, അത് ഇസ്ലാം നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു റിലേഷൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് സ്വകാര്യമായി സംസാരിക്കാനും ഇടപഴകാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവർ തമ്മിൽ എന്തുണ്ടാകുന്നത്, ആ കണക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ അതെന്ത് ചെയ്യും, അതിൽ കുറേ നന്മകളും തിന്മകളും ഒക്കെ ഉണ്ടാവും. നിസ്കാരമുള്ള ഒരാളാണെങ്കിൽ നിസ്കരിക്കാത്തതുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പറയും, അതൊക്കെ ഒരു ബന്ധം. പക്ഷേ അതൊക്കെ ഉണ്ടെന്നുള്ളത് കൊണ്ട് ഈ ഒരു പിന്നെ അന്യ ആണും അന്യ പെണ്ണും തമ്മിലുള്ള ബന്ധം നല്ല ബന്ധമാവുമോ? ഒരിക്കലും ആവില്ല. പള്ളിയിൽ നിന്നാണ് പരിചയപ്പെട്ടതെന്ന് വിചാരിച്ചിട്ട് അത് പ്രേമമാവാതെക്കൂലല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ സാധാരണഗതിയിൽ നമ്മളിതിനെപ്പറ്റി പറയാൻ എന്താ വെച്ചാൽ, എത്തരത്തിലുള്ള ഏതൊരു തെറ്റായ കാര്യം ചെയ്യുന്ന ആളുകൾക്കും എന്തുണ്ടാകും, മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ള ഒരു ന്യായമുണ്ടാകും. പക്ഷെ ആ ന്യായമുണ്ട് എന്നത് എന്തല്ല, തെറ്റ് ചെയ്യാനുള്ള ഒരു വകുപ്പല്ല എന്ന് മാത്രം.